അല്ലേ ഇപ്പൊ ഇരിക്കേ. ഗർവ് നീ എന്തായി ചെയ്യുന്നേ? ഇതെന്താ എന്തായി കാണിക്കുന്നേ? പ്ലീസ്. നമസ്കാരം, ഞാനാണ് റാണി ചാറ്റർജി. നിങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നു ക്രൈം ചക്രയുടെ പുതിയ എപ്പിസോഡിൽ ഒരു പുതിയ കഥയോടൊപ്പം. ശരി, ഞാൻ എന്റെ ബർത്ത്ഡേ നിന്റെ കൂടെയാണ് ആഘോഷിക്കാൻ പോകുന്നത്. നീ എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നേ? ടെൻഷൻ ആവാതെ പിന്നെ, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഞാനല്ലാതെ നിന്റെ ബോയ് ഫ്രണ്ടുമായി ചെന്നിരുന്ന നിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണോ? ഗർവ്, നീയും അവിനാഷും എനിക്ക് ഒരുപോലെയാണ്. രണ്ടുപേരും എനിക്ക് ഇമ്പോർട്ടന്റ് തന്നെയാ. എന്നാ ശരി, നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ എന്റെ ബർത്ത്ഡേയുടെ പകുതി ദിവസം നിന്റെ കൂടെ ചെലവഴിക്കാം, ബാക്കി പകുതി അവന്റെ കൂടെയും. സോർട്ട് ഔട്ട്, ഓക്കെ? ഇപ്പൊ സന്തോഷമായോ? കണ്ടോ, അവിനാഷിന്റെ കോളാ വരുന്നേ. അവിനാഷ് പറയ്. ഹലോ, പ്രിയ, എവിടെയാ നീ? ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അതുമല്ല, ഗർവ് വന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്യായിരുന്നു എന്റെ ബർത്ത്ഡേ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന്. പ്രിയ, നീ വീട്ടിലിരുന്ന് എന്തെടുക്കുക? നിനക്ക് അറിയായിരുന്നല്ലോ നമുക്കിന്ന് ഷോപ്പിംഗ് പോണമായിരുന്നെന്ന്. ഞാനിപ്പോ ഒരു തീരുമാനം എടുത്തിരിക്കുക. ഞാൻ എന്റെ ബർത്ത്ഡേയുടെ അന്ന് പകുതി ദിവസം ഗർവിന്റെ കൂടെ ചെലവഴിക്കാൻ പോവാണ്, പിന്നെ വൈകുന്നേരം നിന്റെ കൂടെയായിരിക്കും. പ്രിയ, ഈ പരിപാടി ഒന്നും നടക്കില്ല. നീ എന്നോട് പ്രോമിസ് ചെയ്തായിരുന്നു നീ എന്റെ കൂടെ പോകുന്നു. അതുകൊണ്ട് നീ എന്റെ കൂടെ വന്നേ പറ്റൂ. ഉറപ്പ്. വൈകുന്നേരം ഞാൻ നിന്റെ കൂടെ തന്നെ വരും, ഓക്കെ? എന്നാ ശരി, ഓക്കെ, ബൈ. ഇപ്പൊ ഹാപ്പി ആയില്ലേ? ഹാപ്പിയാ. എന്തുപറ്റി? വന്ന് കേറുമ്പോ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുമല്ലോ. വല്ലപ്പോഴെങ്കിലും ഒന്ന് സ്നേഹിക്കേ, കുറച്ചു നേരം ഇവിടെ ഇരിക്കേ. എന്താ ഉണ്ടായേ? നീ അങ്ങോട്ട് ഇരിക്കേ. ഇരിക്കാൻ. ശരി സുവന, ദേ നോക്ക്, നിന്റെ ഈ മണ്ടത്തരം കേൾക്കാൻ എനിക്ക് സമയമല്ല. ഓക്കെ, എനിക്ക് പ്രിയയോടൊപ്പം ഒരു സ്ഥലം വരെ പോണം. ആര് പറഞ്ഞു വേണ്ടെന്ന്? നീ പൊയ്ക്കോ. പക്ഷെ ഇത്തിരി ക്വാളിറ്റി ടൈം എന്റെ കൂടെ സ്പെൻഡ് ചെയ്യ്. കാണിച്ചേ, ഇതെന്താ? ഇത് പ്രിയ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാ. കാണട്ടെ, ഒന്ന് ഞാനൊന്ന് കാണട്ടെ. വൗ, എങ്ങനെയുണ്ട് എന്നെ കാണാൻ? കാണാൻ ഒട്ടും കൊള്ളില്ല. ഇത് നോക്ക്, ഇങ്ങനെ ആരുടെങ്കിലും ഗിഫ്റ്റ് എടുത്ത് യൂസ് ചെയ്യുന്ന തെറ്റാ. സുവന കണ്ണാടിതാ. ഇല്ല, നിനക്കൊരു കാര്യം അറിയോ? ഈ കണ്ണാടി ഉണ്ടല്ലോ, ഈയിടെ ഒരു മൂവി റിലീസായില്ലേ, അതിലെ ഹീറോയിൻ ഈ കണ്ണാടി ഇട്ടിരുന്നു. എനിക്ക് അപ്പോഴേ ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഇത് തരില്ല. നോക്ക്, നീ നമ്മുടെ സൗഹൃദം മിസ്യൂസ് ചെയ്യാ. അതെയോ? അത്രയ്ക്ക് പോലും എനിക്ക് അവകാശമില്ലേ? ആ കണ്ണാടിതാ. ഇല്ല, തരാനല്ലേ പറഞ്ഞു. എനിക്ക് സമയമാവുന്നു. നിക്ക്, എങ്ങോട്ടാ പോന്നേ? അവിടെ ഇരിക്കെ. എന്താ എത്ര തിരക്ക്? ശരി, നീ പൊയ്ക്കോ. ഇപ്പൊ ഏതായാലും അവിടെ ഇരിക്കെ. ഇപ്പോ നമുക്ക് ഒരുമിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. ഇപ്പോഴല്ലേ വന്നത്? അവിടെ ഇരിക്കെ. എന്തുപറ്റി? നീ എന്താ ആലോചിക്കുന്നേ? സോന, എടോ, നീ എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, എന്റെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി നിന്റെ അമ്മയുടെ ജ്വൽസ് വരെ നീ വിറ്റു. പകരം ഞാൻ ഇന്ന് വരെ നിന്നെ മര്യാദയ്ക്ക് സ്നേഹിച്ചിട്ട് പോലുമില്ല. നീ സ്വയം കുറ്റക്കാരനാണെന്ന് കരുതണ്ട. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമുക്ക് വേണ്ടിയാ ചെയ്തത്, നമ്മുടെ സ്നേഹത്തിന് വേണ്ടിയാ. നീ ഷുവറാണോ? നിന്നോടൊരു കാര്യം പറയട്ടെ. ആദ്യം മുതലേ ഇത് നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ. എന്താന്ന് വെച്ചാൽ നിന്റെ അടുത്തൊരു അട്രാക്ഷൻ ഉണ്ട്. അതിൽ ഞാൻ എപ്പോഴും ആകർഷിതനാവുക.
ഫോൺ. സോന ഫോണിൽ കൊടുത്താ നീ എന്ത് ചെയ്യാ? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് പ്രിയയുടെ എന്റെ ഇടയ്ക്ക് കയറി വരാൻ ട്രൈ ചെയ്യരുതെന്ന്. പക്ഷെ ഞാൻ പറയുന്നൊന്നും നീ മനസ്സിലാക്കില്ല അല്ലേ? Because I love you. പക്ഷെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള കാര്യം നീ എന്തുകൊണ്ടാ മനസ്സിലാക്കാത്തെ? ആവശ്യമില്ലാതെ ഞങ്ങളുടെ ഇടയ്ക്ക് കയറി വരാൻ നോക്കരുത്. ആ, എനിക്കറിയാം നിനക്ക് പ്രിയോടാണല്ലേ ഇഷ്ടം. പക്ഷെ അവള് നിന്നെ വെറും ഒരു സുഹൃത്തായിട്ടാ കാണുന്നേ. ഞാൻ അവളുടെ മാത്രം സുഹൃത്താ. അതിന്റെ ഇടയ്ക്ക് കയറി വരാൻ നോക്കരുത്, മനസ്സിലായോ? ശരി, എന്നാ പോട്ടെ. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ. ശരി, നീ ഇന്ന് പോയിട്ട് വാ. ഓക്കെ. നിനക്കിട്ട് ഞാനൊരു നല്ല പണി തരുന്നുണ്ട്. ആ പ്രിയ നിന്നെ വലിച്ചെറിയുമ്പോ നീ തിരിച്ചിങ്ങോട്ട് തന്നെയല്ലേ വരിക. ഹാപ്പി ബർത്ത്ഡേ പ്രിയ. നിന്റെ ബർത്ത്ഡേക്ക് ഞാനാ ഏറ്റവും ഹാപ്പി ആവുന്നേ. അത് നിനക്ക് അറിയാലോ അല്ലേ? നിന്റെ ബർത്ത്ഡേ വരാൻ ഞാൻ വളരെ എക്സൈറ്റഡാ. ആൻഡി നോക്കിക്കോ, ഇത്തവണ നിന്റെ ബർത്ത്ഡേ ഞാൻ അടിപൊളിയായിട്ട് ആഘോഷിക്കും ഇവിടെ. പക്ഷേ അതിന് വേഗം നേരം വെളുക്കണം. നിനക്കറിയാത്തോണ്ട ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നെന്ന്. ഐ ലവ് യു സോ മച്ച് പ്രിയ. ഐ ലവ് യു. നീ എന്തിനാ ധൃതി കുറിക്കുന്നത്? വെയിറ്റ് ചെയ്യേ. നീ തന്നെ എങ്ങോട്ടാ കൊണ്ടുവന്നേ? എന്തിനാ എന്റെ കണ്ണ് മൂടിക്കെട്ടിയിരിക്കുന്നേ? ഒരു മണിക്കൂറായി നീ എന്നെ ഇങ്ങനെ നടത്തി കൊണ്ടുവന്ന് തുടങ്ങിയിട്ട്. ഇവിടെ നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഐ ഗോട്ട് എ ബിഗ് സർപ്രൈസ് ഫോർ യു. എന്ത് സർപ്രൈസാ? നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ? ഗർവ്, പ്ലീസ്. വെയിറ്റ്. ഗർവ്, ഓക്കെ. ഓൾറൈറ്റ്. Everything is done. Happy birthday. Happy birthday to you. Happy birthday to you. Thank you. Happy birthday Priya. എങ്ങനെയുണ്ടായിരുന്നു പാർട്ടി? നന്നായിരുന്നു. നീ എന്നോട് പറഞ്ഞേയില്ല എത്ര നല്ല സർപ്രൈസാ. എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എവിടെ? അതിന് ഞാൻ വീണ്ടും നിന്റെ കണ്ണിലൊരു കെട്ടിടേണ്ടി വരും. എന്താ ഗർവ്, നീ ഉണ്ടല്ലോ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എണീറ്റേ, ഒന്ന് എണീറ്റ് നിക്കേ. ഇപ്പൊ കൈ രണ്ടും പിറക്കെ കെട്ടിയേ. കൈ എന്തിനു പുറകിൽ കെട്ടണം? കെട്ടാനല്ലേ പറയുന്നേ? പറയാം. അയ്യോ, എന്താ ഗർവ് ഇത്? ഒന്ന് വെയിറ്റ് ചെയ്യടോ. എന്തൊക്കെയാ നീ കാണിക്കുന്നേ? വെയിറ്റ് ചെയ്യേ. ഇപ്പൊ നീ എന്താ ചെയ്യുന്നേ? എടോ ഒന്ന് വെയിറ്റ് ചെയ്യാൻ. എന്താ ഇത്? എന്റെ കൈ എന്തിനാ കൂട്ടി കെട്ടുന്നേ? വെയിറ്റ്. ഗർവ്, നീ എന്തിനാ എന്റെ കൈ കെട്ടുന്നേ? നിന്നോട് വെയിറ്റ് ചെയ്യാൻ പറയല്ലേ. ഇപ്പൊ ഇരിക്കേ. ഗർവ്, നീ എന്തായി ചെയ്യുന്നേ? ഇതെന്താ? ഗർവ്, വിടാൻ. ഗർവ്, എന്തായി കാണിക്കുന്നേ? വിടാൻ. ഗർവ്, എന്നെ വിടാൻ. പ്ലീസ് എന്നെ വിടാൻ. പ്രിയ മാഡം, നിങ്ങളുടെ കൂടെ ആരാ ഇങ്ങനെയൊക്കെ ചെയ്തേ? അത് നിങ്ങൾക്ക് അയാളുടെ പേരൊന്ന് പറയാൻ പറ്റുമോ? എന്ത് പറ്റി പ്രിയ? സാർ ഇത് ആരാ ചെയ്തേ? നിങ്ങളാരാ? സാറേ, ഞാൻ പ്രിയയുടെ ഫ്രണ്ടാ. പ്രിയ. അത് പിന്നെ ഇവർക്ക് ശരിക്കും എന്താ സംഭവിച്ചതെന്ന് ഇവർക്ക് ബോധം തെളിഞ്ഞാലേ പറയാൻ പറ്റൂ. ഇവരുടെ കോൾ ലിസ്റ്റില് ശരിക്കും അവസാനത്തെ നമ്പർ നിങ്ങളുടെയായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്. ആരാ പ്രിയയോട് ഇങ്ങനെയൊക്കെ കാണിച്ചത് സർ? ഇവൾക്ക് ആരുമായിട്ട് ഒരു പ്രശ്നവുമില്ല. അതൊക്കെ ശരിയാ സാറേ, പക്ഷെ ഇവർക്ക് ബോധം വന്നാലല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റൂ.
സാറേ എനിക്കിപ്പോ ഇവിടുന്ന് പോയേ പറ്റൂ. എൻ്റെ അമ്മ ഹോസ്പിറ്റലിലാ ഇപ്പോ, അതുകൊണ്ട് അവിടേക്ക് പോകണം. സാറിന് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ ഓക്കെ, സാറിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാലും ഞാൻ കോപ്പറേറ്റ് ചെയ്യാം. ആ ഓക്കെ, ശരി. താങ്ക് യു സർ. ഓക്കെ ഓക്കെ സർ, പ്രിയയുടെ കോൾ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയപ്പോൾ കൂടുതൽ കോൾസും അവിനാഷ് എന്ന ഒരു പയ്യന്റെ നമ്പറിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ അവിനാഷിന്റെ അഡ്രസ്സ് കണ്ടുപിടിക്കേ. അവനെ കിട്ടിയാലേ നമുക്ക് കംപ്ലീറ്റ് കഥ മനസ്സിലാവും. മനസ്സിലായോ സർ? എന്നാ ചെല്ലേ. നിനക്ക് അവളെ അറിയോ? അതെ സാർ, ഇതെന്റെ ഗേൾഫ്രണ്ടാ പ്രിയ. പക്ഷെ എന്താ സംഭവിച്ചത് ഇൻസ്പെക്ടർ? പ്രിയ ഇപ്പൊ ഹോസ്പിറ്റലിലാ. അവളുടെ അവസ്ഥ കുറച്ച് സീരിയസാ. ആരോ അവളെ റേപ്പ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് കൊല്ലാനും ശ്രമിച്ചിട്ടുണ്ട്. സർ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഇന്ന് പ്രിയയുടെ ബർത്ത്ഡേ ആണ്. ഞങ്ങൾ വൈകിട്ട് അവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഇതെങ്ങനെ സംഭവിച്ചേ? ഇതെങ്ങനെയാ സംഭവിച്ചതെന്ന് നിനക്ക് മാത്രമേ പറയാൻ പറ്റൂ. നോക്കൂ, സത്യം മുഴുവൻ നിങ്ങൾ തന്നെ ഞങ്ങളോട് പറയുക. അല്ലെങ്കിൽ സത്യം പറയിക്കാനുള്ള മറ്റു മാർഗങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഇൻസ്പെക്ടർ സർ, എനിക്ക് സത്യത്തിൽ ഒന്നും അറിയില്ല. ഇൻഫാക്ട് ഞാൻ അവളെ വിളിക്കാൻ കുറെ നേരമായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കോള് പോകുന്നുണ്ടായിരുന്നില്ല. അതുമല്ല, അവൾ എന്നോട് കാലത്ത് പറഞ്ഞായിരുന്നു അവളും ഗർവും കൂടെ എവിടെയോ കറങ്ങാൻ പോകുന്നുണ്ടെന്ന്. സർ, ഇതൊന്നും നോക്കിയേ. അവൾ പോകുന്നതിന് മുമ്പ് എനിക്ക് കോളും ചെയ്തിരുന്നു. ഇതേ നോക്കൂ, ഗർവ് ചോപ്ര. ഇതവനല്ലേ പ്രിയയുടെ ബെസ്റ്റ് ഫ്രണ്ട്? എടോ പാണ്ഡേ, ജസ്റ്റ് ഈ നമ്പറിലേക്കൊന്ന് വിളിച്ചേ. അപ്പൊ ഈ ചെക്കൻ പോലീസിന്റെ കൂടെ ഇപ്പൊ ഗെയിം കളിക്കുക. സാറേ ഇപ്പൊ ഫോൺ സ്വിച്ച് ഓഫ് എന്നാ വരുന്നേ. ഫോൺ സ്വിച്ച് ഓഫ്, അതായത് എന്തോ പ്രശ്നമുണ്ട്. ഓക്കേടോ പാണ്ഡേ, വാ. ദാ വരുന്നു, ഒരു 2 മിനിറ്റ്. നീയോ? സോന, വേഗം കഥ അടയ്ക്ക്. ആ, എന്തു പറ്റി? നീ എന്താ ഇത്രയും ടെൻഷൻ അടിക്കുന്നേ? കാര്യം എന്താ? പ്രിയ, എനിക്കൊരു ഗ്ലാസ് വെള്ളം തന്നെ. ആ, ഞാൻ കൊണ്ടുവരാം. പക്ഷെ വേഗം കൊണ്ടുപോവാ. ആ ശരി ശരി, നീ അങ്ങോട്ട് ഇരിക്ക്. എന്താ ഉണ്ടായേ? നീ എന്താ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? പറയേ. വേഗം വെള്ളം ഒന്ന് കൊണ്ടുപോവാ പ്ലീസ്. ആ, ഞാൻ കൊണ്ടുവരും. പക്ഷെ നീ ഞാൻ പറയാന്നേ, നീ ഒന്ന് വെള്ളം കൊണ്ടുപോവാ. ഓക്കെ ഓക്കെ. ദാ വെള്ളം കുടിക്ക്. പതുക്കെ കുടിക്ക്. എന്താ ഇത്? പതുക്കെ, നെറുകെ കേറും. ആ, ഇങ്ങോട്ട് നോക്ക്. ഇനി പറ, എന്താ ഉണ്ടായേ? നീ എന്തിനെങ്ങനെ ഓടി വന്നേ? എന്താ എത്ര ടെൻഷൻ? എന്താ ഉണ്ടായേ? പറ. ഒന്നുമില്ല സോന, അത് പിന്നെ ഒരു ഗുണ്ട എന്റെ പിറകെ ഉണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടാ ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നേ. ഗുണ്ട പുറകെ? എന്തൊക്കെയായി പറയുന്നു? ഒന്ന് തെളിച്ച് പറയേ. എനിക്ക് കാര്യം എന്താണെന്ന് അറിയില്ല. അയാളെ തെറ്റിദ്ധരിച്ച് എന്റെ പിറകെ വന്നതായിരിക്കും, വല്ല കാശടിച്ചു മാറ്റാൻ വേണ്ടി. സോന, ഒരു മിനിറ്റ്. ഗുണ്ട, തെറ്റിദ്ധാരണ. നിനക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തൂടായിരുന്നോ? ഞാനിപ്പോ പോലീസിന്റെ അടുത്ത്, നീ പറഞ്ഞാൽ ശരിയാ, ഞാൻ വേണമെങ്കിൽ പോലീസിന്റെ അടുത്ത് പോവാം. പക്ഷെ കുറച്ച് ദിവസത്തിന് ശേഷം. പിന്നെ സോന, ഞാൻ നിന്റെ വീട്ടിൽ കുറച്ച് ദിവസത്തേക്ക് താമസിച്ചോട്ടെ? ആ ശരി, എത്ര ദിവസം വേണേലും. നീ ഇപ്പോ ശരി, കാപ്പി കുടിക്കുന്നു? ഒരു ചൂട് കാപ്പി എടുത്തോണ്ട് വരട്ടെ? ആ ശരി. നീ അവിടെ ഇരിക്കെ, ഞാൻ പോയി എടുത്തോണ്ട് വരാം. എന്താ പറ്റിയേ? നിന്റെ ശ്രദ്ധ എവിടെയാ? നീ എന്തൊക്കെയാ ആലോചിക്കുന്നേ? കാപ്പി കുടിക്ക്, അത് തണുത്തു പോവും. നിനക്കിതെന്താ പറ്റിയേ? നീ എന്താ ഇത്ര പേടിക്കുന്ന? എന്താ ഉണ്ടായേ? പറയേ. സോന, ആ, ഞാൻ ഇന്ന് വരെ നിന്റെ സ്നേഹത്തിനെ മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാന്നാ തോന്നുന്നത്. പ്ലീസ് എന്നോട് ക്ഷമിക്ക. ഇല്ല, എനിക്കറിയായിരുന്നു നീ തിരിച്ച് എൻ്റെ അടുത്തേക്ക് തന്നെ വരുമെന്ന്. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നിനക്കെന്നെ അത്രയ്ക്ക് വിശ്വാസമാണോ? ഒരുപാട്. അത്രയ്ക്കിഷ്ടം നിന്നെ എനിക്ക്. നീ ഓക്കെ അല്ലേ? ഇപ്പൊ ഞാൻ ഓക്കെയാ.
ഇവരിത് എങ്ങോട്ടാ പോയേ? എന്നോടൊന്നും പറഞ്ഞു പോലുമില്ല. എന്ത് മെസ്സേജ് അയച്ചിരിക്കുന്നത്? സുഹാന, ഞാൻ വലിയൊരു പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുക. എന്നെ മൊബൈലിൽ വിളിക്കാൻ ശ്രമിക്കണ്ട. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചോളാം. എന്നെ ഇനി തിരയാൻ നിൽക്കണ്ട. എനിക്ക് ഒരു തെറ്റ് പറ്റി സുഹാന. ഇവനിത് എങ്ങോട്ടാ പോയത് എന്നോട് പറയാതെ? എന്താ ഉണ്ടായേ? ആ, എനിക്ക് വേണ്ടി വണ്ടി അയച്ചല്ലോ. ആ, ഞാൻ വരുന്നു. 2 മിനിറ്റിൽ വരാം. സർ, എങ്ങോട്ടാണ് സർ, ഓടാൻ നോക്കുന്നത്? പോലീസിനെ രക്ഷപ്പെട്ട് ഓടാൻ നോക്കുന്നോടാ. സർ, ഞാനൊന്നും ചെയ്തിട്ടില്ല, സർ. പെണ്ണുങ്ങളെ റേപ്പ് ചെയ്തിട്ട് കൊല്ലാൻ ശ്രമിക്കും അല്ലേ? സർ, കൊന്ന മാറി. സർ, പ്ലീസ് സർ. നീ ഒന്നും ചെയ്തില്ലേ? സർ, ഇല്ല, ഒരൊറ്റ സർ. കീറോ ചെന്നാലുള്ള മാറി. സർ, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല സർ. ഞാൻ സത്യം പറയാ. എല്ലാ കാര്യവും പച്ചവെള്ളം പോലെ പറയണം, അല്ലെങ്കിൽ അടിച്ചു നിന്റെ എല്ലൊടിക്കും ഞാൻ. സർ, അതൊന്നും വേണ്ട സർ. ഞാൻ പറഞ്ഞോളാം. പറ. സർ, സർ, ഞാനും പ്രിയയും ചെറുതിലേ തൊട്ടേ ഫ്രണ്ട്സാ. എനിക്ക് പ്രിയയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കല്യാണം കഴിക്കാനും ആഗ്രഹമുണ്ടായിരുന്നു. അതല്ലേ? ഓക്കെ. ഞാൻ ജനിച്ചപ്പോ ഒരു പെൺകുട്ടിയെ പോലെ ആയിരുന്നെങ്കിലും ഞാൻ വളർന്നു വന്നപ്പോ എൻ്റെ ദേഹത്തില് മെയിൽ ഹോർമോൺസ് കൂടാൻ തുടങ്ങി. അതിനുവേണ്ടി ഞാൻ ഓപ്പറേഷൻ ചെയ്ത് ഒരാണായിട്ട് മാറി. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായ അവൾ വേറെ ഒരുത്തനെ സ്നേഹിക്കാന്ന്. സർ, പ്ലീസ് സർ, ഞാൻ അതുകൊണ്ട് അങ്ങനെ ചെയ്ത്. ഹലോ ബ്യൂട്ടിഫുൾ. ഓ, താങ്ക് യു. വാ, അകത്തേക്ക് വാ. എന്താ അവിടെ നിന്ന്? നീ നോട്ട്സ് ചോദിച്ചിരുന്നില്ലേ? ദാ കൊണ്ടുവന്നു. ഓ, താങ്ക് ഗോഡ്. എനിക്കിത് വളരെ അത്യാവശ്യമായിരുന്നു. മെൻഷൻ നോട്ട്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഹായ്. അച്ഛനും അമ്മയും 2 ദിവസത്തേക്ക് പുറത്തു പോയിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ അവിനാശിനെ വീട്ടിലേക്ക് വിളിച്ചത്. നന്നായി, ഇരുന്നോളൂ. ശരി, രണ്ടാളും ഇരിക്കെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താ കോഫി ഉണ്ടായിക്കൊണ്ട് വരട്ടെ? ആ, ഓക്കെ. ഓക്കെ, ഇപ്പൊ വരാം. ശരി, എന്തേലും ആവട്ടെ. ഗർവ് കല്യാണത്തിന് എന്റെ സൈഡിൽ നിന്നാ വരിക. കാരണം ഗർവ് എന്റെ ഫ്രണ്ടാ. ഇതെന്ത് വർത്താനോ? അവൻ എന്റെ ഫ്രണ്ടാ, അതിലൊരു മാറ്റമില്ല. ശരി, ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഗർവിനോട് തന്നെ ചോദിക്കാം. ഓക്കെ ഗർവ്, നീ തന്നെ പറ. നീ ആരുടെ സൈഡിൽ നിന്നാ വരിക? ഒരു മിനിറ്റ്, ഒരു കോൾ വരിക. ഓക്കെ. എന്തു പറ്റി ഗർ? എന്തോ പ്രധാനപ്പെട്ട കാര്യം എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. പ്രിയ, ഒരു കാര്യം ചോദിക്കട്ടെ? സത്യം പറയൂ. എന്നിൽ എന്തെങ്കിലും കുറവുകള് നീ കാണുന്നുണ്ടോ? നീ എന്തൊക്കെയായി പറയുന്നേ? നിനക്ക് എന്ത് കുറവുണ്ടാവാനാ? നീ നല്ല ബുദ്ധിയുള്ള ഒരു മെച്ചൂർഡായ ആളാ. അങ്ങനെയാണെങ്കിൽ നീ എന്താ എന്നെ കല്യാണം കഴിക്കാത്ത പ്രിയ? പ്ലീസ്. നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? നിനക്കറിയാവുന്നതല്ലേ ഞാൻ അവിനാഷിനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. നീ ഇങ്ങനെ ചോദിക്കും ഞാൻ ചിന്തിച്ചു പോലുമില്ല. അതേപോലെ തന്നെ ഞാനും നിന്നെ സ്നേഹിക്കാ പ്രിയ. മാത്രല്ല, ഞാൻ നിന്നെ അവനെക്കാലം നന്നായിട്ട് നോക്കിക്കോളാം. നന്നായിട്ട്. ആ അവിനാശ് നിനക്ക് സെറ്റാവില്ല. ഞാൻ നിന്നെ എപ്പോഴും നന്നായിട്ട് നോക്കിക്കോളാം പ്രിയ. ഐ പ്രോമിസ്. നിനക്കെന്താ പ്രാന്താണോ? നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ ഞാൻ അവിനാഷിനെ കല്യാണം കഴിക്കാൻ പോവാന്ന്. പിന്നെന്തിനാ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? പ്രിയ, നോക്കിയേ, എനിക്ക് നീയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ആൻഡ് എനിക്ക് നിന്നെ വേറെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കാനും പറ്റില്ല. ദേ നോക്ക്, ഞാൻ നിന്നെ വളരെ ഹാപ്പി ആയിട്ട് നോക്കിക്കോളാം. ഐ പ്രോമിസ് യു പ്രിയ. ഞാൻ നിന്നെ എപ്പോഴും നന്നായിട്ട് നോക്കിക്കോളാം. നീ അവിനാശിനെ മറന്നേക്ക്. ഞാൻ വേണമെങ്കിൽ അവനെ വഴിന്ന് മാറ്റി തരാം. ഞാൻ വേണമെങ്കിൽ അവനെ കൊന്നുകളയാം. എന്ത് മണ്ടത്തരമായി പറയുന്നേ?
പിന്നെ പ്രിയ എന്റെ അവസാനം അടിച്ചപ്പോ എനിക്ക് താങ്ങാൻ പറ്റിയില്ല. എനിക്ക് ദേഷ്യം വന്നു. അപ്പം ഞാൻ ഡിസൈഡ് ചെയ്തു സർ, അവളെ വെറുതെ വിടരുതെന്ന്. എന്നിട്ട് പ്രിയയോട് ഞാൻ മാപ്പും ചോദിച്ചതാ. എന്നിട്ട് അവളുടെ സുഹൃത്തായിട്ടിരിക്കാന്ന് പ്രോമിസും ചെയ്തു കൊടുത്തതാ. ഞാൻ പറഞ്ഞപ്പോ അവൾ അതിന് സമ്മതിച്ചു. പിന്നെ ഞാൻ അവളെ കൊല്ലാനുള്ള ഒരു പ്ലാൻ ചെയ്ത് അവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഞാൻ അവളുടെ കൂടെ തന്നെ പോയി. എന്നിട്ട് അവളുടെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ ഞാൻ അവളെ കുറച്ചു നേരത്തേക്ക് കൺവിൻസ് ചെയ്തു. പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് അവളെ ഫോഴ്സ് ചെയ്ത് ഞാൻ റേപ്പ് ചെയ്തു സർ. എന്നിട്ട് ദേഷ്യത്തിൽ അവളുടെ കയ്യില് ഞരമ്പ് വെട്ടി. അവള് പെടഞ്ഞാ സർ മരിച്ചത്. സർ, ഒരു സുഹൃത്തായിട്ടിരിക്കാൻ പോലും നിനക്ക് യോഗ്യതയില്ല. ആ പെണ്ണ് നിന്നെ എന്തുമാത്രം വിശ്വസിച്ചിരുന്നു. അവളുടെ ആ വിശ്വാസം നീ നശിപ്പിച്ചില്ലേ? ഇല്ല സർ. നിന്നെ ഞാനൊരു പൂട്ടും. അത് കണ്ടിട്ട് ഒരു ചെറുക്കനും ഒരു പെണ്ണുമായിട്ട് ഇതുപോലെ പെരുമാറില്ല. കൊണ്ടുപോടോ ഇവനെ. എനിക്ക് പിടിക്കണോ? ഞാൻ റാണി ചാറ്റർജി നിങ്ങളോട് വിട ചോദിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം ക്രൈം ചക്രയുടെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു കഥയോടൊപ്പം. കാത്തിരിക്കൂ, കണ്ടാസ്വദിക്കൂ. ജയ് ഹിന്ദ്.